ഓക്കെ, നമ്മൾ റിയൽമി 12 പ്രോ പ്ലസിൻ്റെ പാർട്ട് 2 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ പാട്ടിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയത്, വീഡിയോൻ്റെ അകത്ത് നോക്കിയത് റീസെറ്റ് പവർ ഐസിന് വരുന്നുള്ള റീസെറ്റ് സെക്ഷനാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നുള്ളത് സി പി യുൻ്റെ അകത്തുനിന്ന് തിരിച്ചു വരുന്ന റീസെറ്റാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സിസ്റ്റമാറ്റിക് ഇല്ലാത്ത മോഡലിൻ്റെ അകത്ത് ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ റീസെറ്റ് കണ്ടുപിടിച്ചത് ഇതാണ് റീസെറ്റ് വരുന്നുള്ളത്. ഇതിൻ്റെ രണ്ടാമത്തെ ലൈൻ നമ്മൾ നേരെ നമ്മളെ ബിറ്റ് മാപ്പിൽ പോവാം. ബിറ്റ് മാപ്പിൽ പോയി സിസ്റ്റമാറ്റിക്കിൻ്റെ അകത്ത് പോയിട്ട് ആദ്യം നമ്മൾ ആ നമ്പർ എത്രയാണുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. J13 അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് J13 കണ്ടുപിടിക്കാം. J13 ഇതാണ് J13 വരുന്നുള്ളത്. നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7. 7ൽ നാലാമത്തതാണ്. ഓക്കെ, അപ്പോൾ 7ൽ നാലാമത്തെ ലൈനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രിൻ്റ് ഡമ്മിയാണ്, ഡമ്മി പോയിട്ടുണ്ട്, പ്രശ്നമില്ല. അപ്പോൾ ഇതിൽ PPD ഉണ്ട്. 1 2 3 4 5 6 7. ഇവിടെ നോക്കിയ ട്രാക്ക് ഒന്നും കൂടി നോക്കാം. ഇതാ ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. ഓക്കെ, 1 2 3 4 5 6 7. 7ൽ 1 2 3 4 നാലാമത്തെ പ്രിൻ്റാണ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്രിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ നമുക്ക് GR ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, GR ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലിടാം. GR വാല്യൂ കാണിക്കുന്നുണ്ട്, 420 GR വാല്യൂ. ഓക്കെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലൈന് എവിടെ, അതിൻ്റെ ടെസ്റ്റ് പോയിൻ്റ് എവിടെയുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് PPD അപ്ലൈ ചെയ്യാം. കൂടി അത്രയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ നേരത്തെ ഇട്ട ജമ്പർ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ നമുക്ക് ജമ്പർ ഇട്ട് കൊടുക്കാം.
എസ് നമ്മളവിടെ ജമ്പർ ചെയ്ത് അടുത്ത ടെസ്റ്റ് പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. തിരിച്ചു വെക്കാം. എന്തായാലും സി പി യുൻ്റെ ഭാഗത്ത് തന്നെയാണ് ടെസ്റ്റ് പോയിൻ്റ് വരത്തുള്ളൂ. ഓക്കെ, സി പി യുൻ്റെ അകത്തുനിന്ന് വരുന്നുള്ള ലൈനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ജമ്പർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1 by 1 ആയിട്ട് ഓരോ ലൈൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനൊരു ട്രിക്സ് പറഞ്ഞുതരാം. എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആടെ കണ്ടുപിടിക്കാനുള്ള ഇതിനൊരു ട്രിക്സ് പറഞ്ഞുതരാം. നമ്മളിവിടെ വന്നിക്കഴിഞ്ഞാൽ ഇത് സി പി യുവിന് വരുന്നുള്ള റീസെറ്റാണ്. സി പി യുൻ്റെ അകത്തു നിന്നാണ് ഈ റീസെറ്റ് വരുന്നത്. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ മോഡലിനകത്ത് ഇവിടെ ടെസ്റ്റ് പോയിന്റ് കാണുന്നില്ല. നമ്മൾ നേരത്തെ നോക്കിയ മോഡലിൽ നമുക്ക് ടെസ്റ്റ് പോയിന്റ് ഈ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് പോയിന്റ് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷെ ഇതിൽ ഈ ഒരു ഭാഗത്തല്ല ടെസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. കാരണം റീസൺ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഓപ്ഷന് ബക്ക് കൺവേർട്ടറിൻ്റെ ഒരു ഭാഗത്താണ്. ഓക്കെ, 3 ബക്ക് കൺവേർട്ടർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പവർ ഓൺ റീസെറ്റ് വരുന്നുള്ള ചാർജിങ് സെക്ഷനിലോട്ട് വരുന്നുണ്ട്. ചാർജിങ് സെക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, സെക്കൻഡ് പവർ ഐ സിയിലോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 ബക്ക് കൺവേർട്ടറിലോട്ട് വരുന്നുണ്ട്. മെയിൻ പവർ ഐ സിയിലോട്ട് റീസെറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ടെസ്റ്റ് പോയിന്റ് മാക്സിമം വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നുള്ളത് ബക്ക് സെക്ഷൻ്റെ അടുത്താണ്. ബക്ക് എന്ന് പറയുമ്പോൾ നമ്മളത് ഈ മോഡലിൻ്റെ അകത്ത് ഈ ഒരു ബക്ക് ഐസിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടെസ്റ്റ് പോയിന്റ് കാണാം. ഓക്കെ, ഇവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ഐ സി നമ്പർ MT6315. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതേ മോഡൽ സെറ്റ് ഉണ്ട്, അതേ ഐ സി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ഇവിടെ നമുക്ക് ടെസ്റ്റ് പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബോർഡിൽ നമ്മളെ കയ്യിലുള്ള ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തും കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് ടെസ്റ്റ് പോയിന്റ് മിക്കവാറും ഈ ഒരു ഭാഗത്തായിരിക്കും ഇതിൻ്റെ ഒരു ടെസ്റ്റ് പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബീറ്റ് മോഡൂൾ ഇടാൻ മൾട്ടിമീറ്റർ ഇത് രണ്ടിങ്ങനെ ടച്ച് ചെയ്യാം. ഈ പഠിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു പോയിന്റിൽ വെക്കാം. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് പോയിന്റ് ചെക്ക് ചെയ്യാം. 1 2 3 നമുക്ക് ആ ലൈനും കിട്ടിക്കഴിഞ്ഞു. ചിലപ്പോൾ നമ്മൾ സി പി യുൻ്റെ അകത്തുനിന്ന് വരുന്ന റീസെറ്റ് ലൈനും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കിട്ടേണ്ട വേറെ ലൈനും കൂടിയുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും രീതിയിൽ ഇത് മാർക്ക് ചെയ്യുക. ഓൾറെഡി ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നുള്ളത് പെൻസിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അവിടെ ഒരു കളറാക്കി കൊടുത്തതാണ്. ഓക്കെ, മറന്നു പോകുന്നതിന് വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് 2 റീസെറ്റും കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇനി 3ാമത്തെ റീസെറ്റും കൂടി നമ്മൾ ഈ ഒരു പാത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ റീസെറ്റിലോട്ട് നമ്മൾ പോകുന്നു. സ്റ്റിമാറ്റിക്കിലോട്ട് പോയാൽ നമുക്ക് കാണുന്ന D5 ആണ്. ഓക്കെ, D5 റീസെറ്റും കൂടി നമ്മൾ നോക്കുന്നത്. D5
ABCD D5 ഇതാണ് സാധനം. അത് ഒരു ഭാഗത്തുനിന്ന് 1 2 3 4 4 D5 ആണ്. ഓക്കെ, 1 2 3 4 4 1 ABCD 1 2 3 4 ഇതാണ് റീസെറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ ലൈൻ. ഈ ഒരു ഭാഗത്താണ് അല്ലെങ്കിൽ എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് റീസെറ്റ് ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് പോയിന്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റ് പോയിന്റ് ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. ഓക്കെ, ഓൾറെഡി അവിടെ തന്നെ ആ ടെസ്റ്റ് പോയിന്റ് ആ ഒരു പാത്തിൽ നിന്ന് നമ്മൾ നേരത്തെ നോക്കിയാൽ അത് ആ ഒരു ഭാഗത്ത് തന്നെ ആയിട്ടാണ് ടെസ്റ്റ് പോയിന്റ് കാണിക്കുന്നുള്ളത്. അതും നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ജമ്പർ ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ ഈ സാധനം ഉള്ളത്. ഇവിടെ നമ്മൾ ABCD 1 2 3 4 സോറി 5 ആണ് കേട്ടോ, D5 ഫോർമാറ്റ്. ആ പാത്തിലില്ല. നെക്സ്റ്റ് ചെയ്യാം. ഇതുമല്ല, ഇതുമല്ല. ഇവിടെ ഒരു ടെസ്റ്റ് പോയിന്റ് കാണിക്കുന്നുണ്ട്, നമ്മൾ ചെക്ക് ചെയ്തോ. ABCD 1 2 3 4 5 നേരത്തെ തിരിച്ചു വെച്ചതായിരുന്നു കേട്ടോ. യെസ്, ടെസ്റ്റ് പോയിന്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 2 ടെസ്റ്റ് പോയിന്റ് വരുന്നത്. ഈ കാണുന്ന 2 മേലെ കാണുന്ന 2 ടെസ്റ്റ് പോയിന്റ് ആണ് അതൊക്കെ. ഒന്നിലും അപ്പോൾ ഓൾറെഡി നമുക്ക് ടെസ്റ്റ് പോയിന്റ് എല്ലാം കിട്ടി. നെക്സ്റ്റ് മീൻ അറിഞ്ഞാൽ ഐസ് റീബോൾ ചെയ്ത് വെച്ചതിന് ശേഷം 3 ടെസ്റ്റ് പോയിന്റിനകത്ത് നമ്മൾ റീസെറ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ സെക്ഷനിലുള്ള കംപ്ലൈൻ്റ് ആണോ അതേപോലെ തന്നെ CPU സെക്ഷനിലുള്ള കംപ്ലൈൻ്റ് ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക അറിഞ്ഞാൽ ആ ഭാഗത്ത് പോയിട്ട് ചെക്ക് ചെയ്യാം. അല്ലാണ്ട് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? നമുക്ക് ആ ഒരു ഭാഗം മാത്രം ട്രേസ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടെസ്റ്റ് പോയിന്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി പവർ ഐസ് റീബോൾ ചെയ്തിടാം. ഇട്ടതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും പവർ സെക്ഷൻ്റെ കംപ്ലൈൻ്റ് ആണോ അതേപോലെ ബക്ക് കൺവെർട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 ബക്ക് കൺവെർട്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു ബക്ക് കൺവെർട്ടർ ഇവിടെ വരുന്നുണ്ട്, അതേപോലെ ഒരു ബക്ക് കൺവെർട്ടർ ഇവിടെ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ബക്ക് കൺവെർട്ടർ ഈ ഒരു ഭാഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ബക്ക് കൺവെർട്ടറിൻ്റെ അകത്തുനിന്ന് വരുന്നുള്ളത് എക്സ്ട്രാം വോൾട്ടേജ് ആണ്. റാമിലേക്ക് വരുന്നുള്ള വോൾട്ടേജ് അതേപോലെ മോഡത്തിലേക്ക് വരുന്നുള്ള വോൾട്ടേജ് ഒക്കെയാണ് ആ ഒരു ബക്ക് കൺവെർട്ടറിൻ്റെ അകത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഇല്ലാത്തത് കൊണ്ട് ചെക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും, പക്ഷെ എന്തായാലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ സമയം എടുത്തിട്ട് ഫ്രീ ആവുന്ന സമയത്ത് ഒന്ന് രാത്രി ഇരിക്കുക, അല്ലെങ്കിൽ പകൽ. ഏറ്റവും നല്ലത് രാവിലെ ആയിരിക്കും. ഏകദേശം ഒരു 4 മണി 5 മണിക്ക് എണീച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനത്തുള്ള സെറ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചെയ്ത്, കുറേ സെറ്റ് ഞാൻ ചെയ്ത്. അതേപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സെറ്റാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കാര്യം വീട്ടിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് വന്നിട്ട് ഇരുന്നിട്ടിടെ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 വരും. ഓക്കെ, ഇത് പാർട്ട് 2 ആണ്. ചെക്കിങ് 3 കാര്യങ്ങൾ, 3 ടെസ്റ്റ് പോയിൻ്റാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. ഇതിൻ്റെ പാർട്ട് 3ൻ്റെ അകത്ത് ഇത് ചെക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരും. റെഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 3 ലൈൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ഓൺ ചെയ്തതിന് ശേഷം ആ ഒരു ലൈന് ചെക്ക് ചെയ്തിട്ട് ഏത് പാത്തിലാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, 3ാമത്തെ പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3ാമത്തെ പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ.